അവിടൊക്കെ ആകെ അടിച്ചു തരാനൊക്കെ ആയിണ്ട്. ഇങ്ങനെ മനസ്സിനൊരു ഒഴിവിട്ടുണ്ട്. അതാ ഇക്കാക്ക് പോകാനായിണ്ടാവും. ഞാൻ പോവാണ്. എന്തേ? എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. അതെ, കൊറേ ദിവസമായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉമ്മാനും വാപ്പാനും വേറെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി നിർത്താൻ. നിങ്ങൾ മാത്രമൊന്നല്ലല്ലോ ഓൽക്ക് മോനുള്ളത്, വേറെ മക്കളില്ലേ? ഓലാടൊക്കെ ഒന്ന് കൊണ്ടുപോയി നിർത്തട്ടെന്ന്. ഇതെന്താ ഞാൻ മാത്രം നോക്കേ? ഇത് നടക്കൂലട്ടോ. അതിന് ഞാൻ എന്താ ചെയ്യാ? ഞാൻ പോലോടൊക്കെ പറയും കാട്ടൊക്കെ ചെയ്യുന്നില്ലേ? ഇത് നടക്കൂലട്ടോ. എവിടേക്ക് വെച്ചാ കൊണ്ടായിക്കൊളിച്ച് വെച്ച നോക്കാന്. ഓലെ സ്വത്തും കാര്യമൊക്കെ ഓരി വെച്ചപ്പോ നമ്മക്ക് മാത്രമായിട്ടൊന്നല്ലല്ലോ എഴുതി തന്നത്. വേറെ മക്കളുണ്ടല്ലോ, ഓൽക്കൊക്കെ കിട്ടിയിട്ടില്ലേ? ഒക്കെ കിട്ടിയത് കൊണ്ടാണ് പൊയ്ക്കാണല്ലോ ഇവിടെ തള്ളിങ്ങാണ്ട്. വെച്ച നോക്കാൻ ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ അനിയന്മാർക്കോ പെങ്ങന്മാർക്കോ ആർക്കാ വെച്ചാ വിളിച്ചോളൂ, കൊണ്ടുപോകാൻ പറഞ്ഞു. വിളിച്ച് വെച്ച നോക്കാം. ഓല് കൊണ്ടുപോകാ ഓൽക്ക് വിളിച്ചാത്ത പറയുന്നേ. ആ മജീദിന് വിളിച്ചോണ്ട പറയുന്നത് ഞാൻ അന്ന് വരാം, നാളെ വരാം, മറ്റന്നാളെ വരാം, അങ്ങനെ വരും. ഞാൻ പിന്നെ എന്താക്കാനാണ്? ഓല് വന്ന് കൊണ്ടുപോകുമ്പോഴല്ലേ എനിക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ല രണ്ടാളെ കൊണ്ട് കൊണ്ടുപോയില്ലാൻ പറ്റുമോ? അതെ, നീ മറക്കണ്ടട്ടോ വിളിച്ചു ചോദിച്ചാന്. ഞാൻ വിളിച്ചോക്കാം. എന്നെക്കൊണ്ട് നീ കഴിയൂല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. ഓടത്തേക്കണ് മനസ്സിന് നോക്കി നോക്കി ഞാൻ വിളിച്ചോളാം. ഞാൻ എന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ അവർക്ക് വിളിച്ചോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കണ്ട്. എനിക്കിപ്പോ നേരം വൈകിയാണ്, നേരം കുറെ. ഞാൻ പോവാണ്. ഇടങ്ങേറ് പോയി കിട്ടിയാ മതി. തൊണ്ടനി കറിയിട്ട് വയ്യ. ആശോ നോക്കിയാ കുറച്ച് ചായൻ്റെ വെള്ളം എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു. തൊണ്ട കറിയിട്ട് വയ്യേ, ആഴ്ചിട്ട് വയ്യ. രാവിലെ നീച്ചിട്ടേ ഒന്നും കിട്ടിയിട്ടില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച് എന്ന് പോയാണ്ട് എടുത്തോണ്ടേ. ഞാനൊന്ന് പോയോക്കട്ടെ, കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? തള്ള ഉടുക്കാണത്. ആ മോളെ, ഞാൻ ഇവിടെ അടിച്ചിരുന്ന് കണ്ടില്ല. ഉടുക്കാണ് രാവിലെ തന്നെ എഴുന്നാണ്ടുന്നത്. പാപ്പാക്ക് ചായ മാണം പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടിട്ട് വന്നതേ. നീച്ചിട്ട് പച്ചവെള്ളം കൂടി കുടിച്ചിട്ടില്ല. കട്ടൻ ചായെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്നേ. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ. മരിച്ചാൻ കൊടുക്കുന്നല്ലോ. അതെ, ഞാൻ ഇവിടെ അടിച്ചേരും തോർക്കൊക്കെ ചെയ്യാം. ആ റൂമിൽ പോയിരുന്നോളെ. മനസ്സിനിട്ട് ഇടങ്ങാറാക്കാൻ രാവിലെ തന്നെ ഇറങ്ങിക്കണം. എനിക്കിവിടെ കുറെ പണിയുണ്ട്. നിങ്ങളോട് തൊള്ളടാൻ ടൈമില്ലത്. അടിച്ചേരി തൊടുക്കാനും കാട്ടാനും ഒരാണ്. അത് എരപ്പാക്കാനായിട്ട് വന്ന് നിൽക്കുക. ഞാൻ വേറെ എവിടെങ്കിലും പോയി കതിരി. ഇവിടെ തന്നെ നിക്കണം. ചായ ഇതൊക്കെ പിന്നെ കുടിച്ചാ ഒന്ന് ആ റൂമിക്കൊന്ന് പോയി തരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തോണ്ട്. എന്താ എടങ്ങാറാക്കാനായിട്ട് ഇവിടുന്നോട്ട് പോകൂല. ഈ തള്ളോടുക്ക് ഡ്രസ്സും കെട്ടിപ്പെറുക്കി പോണേ. അമ്മ അവിടെ എന്നാണ്? അല്ല, നിങ്ങളെടുക്കാണ് കെട്ടും കയറി പോണേ? അത് മോളെ തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീനിക്ക് ഇടാൻ വേണ്ടിട്ടേ. വാഷിംഗ് മെഷീനിൽ തിരുമ്പായിട്ട് ഇവിടുത്തെ കറണ്ട് ബില്ല് എത്ര അറിയാം നിങ്ങക്ക്? കറണ്ട് ബില്ലിന്റെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അതിന് അതൊന്നും നോക്കാൻ ടൈമില്ലല്ലോ. അതൊന്നും അറിയും വേണ്ട. അതങ്ങനെ പൈസ അട്ടിക്ക് വെച്ചിക്കാണ്. ഊരവേദന, കുഞ്ഞാനും കൂടി ഒന്നും വെയിക്കണില്ല. ഞാൻ വിചാരിച്ചു ഇതിലിട്ടൊക്കെ തിരുമ്പി കഴിയോലോ, അത് വിചാരിച്ചിട്ടേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ചെലവ് കൂടുതലാ. തിന്നത് എല്ലിൻ്റെ ഒരു കുടുങ്ങിയിട്ടാണ്. ഓരോ ഉടക്ക് ന്യായങ്ങളായിട്ടാണ് വന്നോളൂ. അവിടെ വേദന, ഇവിടെ വേദന, മടി പിടിച്ചിക്കണ് ഇവിടെ നിന്നാണ്ടേ. ആണെങ്കിൽ ആ കല്ലുമ്മ പോയി തിരുമ്പിക്കോളൂ. വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പാൻ പറ്റില്ല. ഞാൻ പോയി കല്ലുമ്മ തിരുമ്പിക്കൊണ്ട്. വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ചെലവ് കൂട്ടാൻ.
കൊയങ്ങ് ചെറുപ്പേ ഊരൊക്കെ വേദനയായിട്ട് വയ്യ. പോയി കിടന്നാ മതി. ഉമ്മ, നിങ്ങക്ക് എന്താ ഇവിടെ പണി? എന്താ ഇവിടെ തപ്പണ്? നിങ്ങക്കുള്ള ഭക്ഷണം നാളെ ടേബിളിൽ കൊണ്ടുവച്ചണല്ലേ ഞാൻ. അത് വാപ്പാക്ക് ചോറും കറിയും മാത്രല്ലേ ഉള്ളൂ. പിന്നെ ഒരു മീൻ പൊരിച്ചത് എടുക്കാൻ വിചാരിച്ചിട്ട് വന്നതേന്. അച്ഛനക്ക് ചോറും കറിയും തിന്നണം കണ്ടപ്പോ മീൻ പൊരിച്ചത് കരിച്ചവും പൊരിച്ചതും ഇല്ലാതെ ഇറങ്ങൂല. പ്രായം എത്ര അയക്കണം, എന്നാലും തീറ്റക്ക് ഒരു കുറവില്ല. അതെ, അതിലുള്ളത് ആകെ എനിക്കും മോനിക്കും മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ളതൊന്നുമില്ല. കറിയിലേന് മോളെ നിങ്ങൾക്കുള്ളതാണെന്നുള്ള. ഞാൻ ഇവിടെ മീൻ പൊരിച്ചത് കണ്ടപ്പോ അതിനൊരു കഷ്ണം എടുത്തുങ്ങാണ്ട് വാപ്പാക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് വന്നതാ. കുറെ അയക്കണല്ലോ ഇവിടെ കുറ്റിയും പറിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. വേറെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക്, അവർക്കൊക്കെ പോകാലോ. വേറെ ആരാടും പോയി നിൽക്കൂല, ഇവിടെ മാത്രം നിന്നോ. മാണെങ്കി ആ തന്നത് തിന്നാൻ നോക്കി. ഞാൻ പൊയ്ക്കോളാം. എന്താ റബ്ബേ ഇതൊക്കെ. ഉമ്മച്ചിന്റെ കുട്ടിക്ക് മാമുണ്ട്, മീനുണ്ട്. മീന് കൂട്ടി മാമു വെയിച്ചണ്ടേ. നല്ല കുട്ടിയാണ് ഉമ്മച്ചിന്റെ കുട്ടിയില്ല. മാമു വെച്ചാന് മീന് കൂട്ടി വെച്ചാന് ആ കാട്ടി. ഉമ്മാന്റെ കുട്ടി മാമു വെച്ചാ ചോറെന്തെങ്കിലും കൊടുക്കണുണ്ടോ അപ്പൊ ഒന്ന് നോക്കി നിന്നോളൂ. നിങ്ങൾക്ക് അതിനല്ല നേരത്തെ തന്നെ ചോറും ഇതൊക്കെ തന്നത്. ആദ്യം ചോറും ഇതും കൊടുക്കണത് അതിനാ. എന്നാ പിന്നെ റൂമിൽ പോയി ഇരുന്നോളല്ലോ വിചാരിച്ചിട്ട്. ഇത് എന്നാലും ഇങ്ങോട്ട് വന്നോളൂ. കുട്ടിക്ക് ചോറ് കൊടുക്കാനും സമ്മതിച്ചില്ലേ. കൊതി വിടാനായിട്ട് തൊള്ളിയില് വെള്ളം വെച്ചേ കാര്യം നിക്കുന്നത്. നേരത്തെ തന്നെ മീൻ പൊരിച്ചീമൊക്കെ ഒരു കണ്ണുണ്ടായിങ്ങാണ്ടാ നിന്നത്. തൊള്ളി വെള്ളം വെച്ചിങ്ങാണ്ട് ഇങ്ങനെ നോക്കിക്ക. മോളെ, ഞാൻ അതൊന്നും കരുതിയിട്ടില്ല. കുട്ടിന്റെ കളി ഉണ്ടപ്പോ ഞാൻ വന്നു നിന്നത്. എന്തൊരു ഇടങ്ങേറാണതേ. പോയി തരുമെന്ന് വിടുന്നേ. മോളെ വേറെ മക്കളില്ല, അവിടെ ഒക്കെ പോയി നിന്നൂടെ. ഇവിടെ അങ്ങനെ കുറ്റി അടിച്ച് നിന്നോ. പോരി, നമുക്ക് അവിടുന്ന് എവിടുന്നെങ്കിലും പോയി തിന്നാം. ഞങ്ങളെവിടെയും തിന്നാനും സമ്മതിച്ചു. അല്ലാ, എന്തൊക്കെയാ കുട്ടി പറയുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളാം. അല്ലാ, അവിടെ പോയി നിന്നപ്പോ അതുകൊണ്ടല്ല കുട്ടി ഇപ്പൊ പറഞ്ഞ്. നമുക്ക് അതിന്റെ വലിയ ആവശ്യം ഉണ്ടായില്ല. ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞല്ല. ആ കുട്ടീനെ അവിടെ കണ്ടപ്പോ ഒന്ന് പോയി നോക്കിയതാ. വേറൊന്നും ഞാൻ കരുതിയിട്ടില്ല. അതിനെ കൊടുക്കണോ കാട്ടണോ ഒക്കെ കണ്ടപ്പോഴേ നമ്മളെ കുട്ടികളെ ചെറുപ്പത്തില് ചോറ് കൊടുക്കണതും കൊഞ്ചിച്ചണതൊക്കെ കണ്ട് ഓർമ്മ വന്നു. അത് കണ്ടപ്പോ അവിടെ നോക്കിന്നതായിരുന്നു. എന്തൊക്കെയാ എന്നിട്ട് ആ കുട്ടി പറഞ്ഞേ. ഇപ്പൊ ഏതായാലും സാരമില്ല, ഇവിടെ വന്ന് കടന്ന കുറച്ചു നേരം കേട്ടോ. ആ, സാരമില്ല. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ 24 മണിക്കൂറും ലൈറ്റും ഫാനും ഇട്ടച്ചോളൂ. കറണ്ട് ബില്ല് എത്രയാണ് അറിയോ? വെറുതെ കറണ്ട് ബില്ല് ഇതും കൂട്ടാൻ, അല്ലെങ്കിൽ തന്നെ ചെലവ് കൂടുതലാ ഇവിടെ ഉള്ളോണ്ട്. അല്ലാ, വല്ലാത്തൊരു പരീക്ഷണം തന്നെ നമുക്ക് വയസ്സാം കാലത്ത് കിട്ടിയത്. ജയിലിലിട്ട മരിക്കുള്ള ജീവിതം അപ്പൊ നമ്മക്ക്. കറണ്ട് ബില്ല് കൂടും പറഞ്ഞുകൊണ്ട് ലൈറ്റും ഫാനൊക്കെ വന്ന് കെടുത്ത്. നേരത്തെ ഞാൻ തിരുമ്പാൻ പോയപ്പോ വാഷിംഗ് മെഷീൻ ഇടാൻ പോയത് പേരും കാലൊക്കെ വേദനയായിട്ട് അത് പറ്റില്ല പറഞ്ഞുകൊണ്ട് കല്ലുമ്മ പോയി തിരുമ്പിപ്പോഴും കാലെന്തോ ഒരു വേദന. നീച്ച് നിൽക്കാൻ വയ്ക്കുന്നില്ല, പേരും കാലൊക്കെ വേദനയായിട്ട്. എന്തായാലും സാരമില്ല, നമുക്ക് വയ്യാത്തോണ്ടല്ലേ. പ്രായമായ എല്ലാവരും അവസ്ഥയും തന്നെ ആയിരിക്കും. നല്ല വേദന ഉണ്ടപ്പോ. നല്ല വേദന, മുട്ടുകാലം നടക്കാൻ.
എനിക്കെന്നാ ഈ വയ്യാത്തോടത്ത് എന്തിനാ പോയിട്ട് ഇന്ത്യന്നാല് അല്ല അത്ത കടമക്ക് കൊടുക്കാത്തെങ്കിലും വേണ്ടേ? പഠിച്ചാൻ്റെ ഏതായാലും ആകുള്ള തൈലം കണ്ടി കൊണ്ടുവരാം. തൈലം കഴിഞ്ഞിക്കണേ. അതും കഴിഞ്ഞ ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഇപ്പൊ നാളും കൂടി പറഞ്ഞു ആരും വേണ്ട. ഇന്ത്യയിലും പൈസ ഇല്ല. ഇപ്പൊ ഞാൻ ഓൻ്റെയൊക്കെ പോയി കഞ്ചണ്ടേ? നമ്മളടുത്താണ് വലിയൊരു അമളി പറ്റിയത്. നമ്മളെ പേരിലുള്ള സ്ഥലവും കാര്യമൊന്നും വീടൊന്നും ഇവർക്ക് എഴുതി കൊടുക്കേണ്ടില്ലേ? നമ്മളെ കാലം കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുക്കാന്നുള്ള മാതിരി കാട്ടിയാ മതി. കുറെ ആൾക്കാർ എന്നോട് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പൊട്ടത്തരം കാട്ടണ്ട, നിങ്ങളെ കാലശേഷം നല്ല രീതിയിലാക്കി വെച്ചാൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ മരിച്ചു പോവാറുള്ളല്ലേ, എപ്പോഴാ ആൾക്കാരത് വരിക, ആൾക്കാരെങ്ങനെ മാറും, ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞു. നമ്മളെ കുട്ടികളെന്താക്കി അങ്ങോട്ടാണ് വിശ്വസിച്ച് അതൊക്കെ നമ്മളെ കുട്ടികളെ സ്നേഹിച്ച അമ്മക്ക് ഒരു തിരിച്ചിങ്ങോട്ട് കാട്ടിയില്ല. അവർക്കിപ്പൊ നമ്മള് വലിയൊരു ബാധ്യതയാണ്. സ്വത്തും മുതലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്കതൊന്ന് പഠിച്ചോന്നോട് കടുപ്പിലൊന്നും ആക്കാതൊന്ന് വേഗം കൊണ്ടുപോയാൽ മതി. സഹിച്ചാൽ ഒക്കെ ഒരു പരീക്ഷണമാണ്. എന്തായാലും മരിച്ചാൽ കഴിയുമല്ലോ അതൊക്കെ. ആർക്കും ബുദ്ധിമുട്ടില്ലാതെ വേഗം ഒന്ന് കൊണ്ടുപോയാൽ മതി. നമ്മള് ഈ ജയിലിൽ കഴിയുന്നില്ലേറെ നല്ലത്. ഇങ്ങനെ തട്ടിക്കളിച്ചല്ലാതെ ഇതിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് ഇങ്ങനെ പണിയില്ല. അവിടെ കാലത്ത് ഉണ്ടാക്കിയതൊക്കെ മക്കൾക്ക് കൊടുത്ത് അതൊക്കെ പറ്റില്ല. ഒക്കെ പരീക്ഷണമാണ്. ശരിയാക്കോ ഇതെങ്കിൽ കടന്നു. ലൈറ്റില്ല, ഫാനില്ല, നിൽക്കണ്ട, വയ്യാത്തോട്ട് കടന്നാണ്.